പങ്കജ് ഭണ്ഡാരി ഊറ്റിയിട്ടില്ല, ഗോവർദ്ധൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു. അത് കടകംപള്ളിക്ക് അറിയാം. ഇതായിരുന്നു കോൺഗ്രസ് ഉണ്ടാക്കിയ ആദ്യത്തെ കെട്ടുകഥ. അപ്പോൾ സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകുന്നത് തടയാൻ ആദ്യം ഒരു കെട്ടുകഥ ഉണ്ടാക്കിയത് വി ഡി സതീശൻ. രണ്ടാമതോ അത് അന്താരാഷ്ട്ര കമ്പോളത്തിൽ വലിയ ഇതിന് വിറ്റുകൊടുത്തിരിക്കുന്നു. ശരി, ആരാ കഥ ഉണ്ടാക്കിയത്? എന്നിട്ട് ഡിണ്ടിഗലിൽ മണിയെ തപ്പിപ്പോയത് രമേശ് ചെന്നിത്തല. അപ്പൊ സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാൻ വേണ്ടി കോൺഗ്രസ് പഠിച്ച പണി 18 നോക്കി. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഞാൻ ഒരു കാര്യം വ്യക്തത പറയാം. CPM-ന്റെ ഒരു സഖാവ് പോലും, ഇതിലെ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന വ്യക്തിയടക്കം ഒരാൾ പോലും ഒരു തരി സ്വർണം കട്ടതായി ഇതുവരെ ഒരു തെളിവില്ല. SIT-യുടെയോ ഹൈക്കോടതിയോ ഏതെങ്കിലും ഒരു പേപ്പറിനകത്ത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടുന്ന പാട്ടിന് തക്കവണ്ണം ഒരു തെളിവില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കളങ്കിതരല്ല. താങ്കൾ പറയുന്ന സഖാക്കൾ ആരും കളങ്കിതരല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന്. പിന്നെ ജയിലിൽ കിടക്കുന്ന സഖാക്കന്മാരല്ലേ? വാസു, പത്മകുമാർ, ഈ പറഞ്ഞ ശങ്കരദാസ് അടക്കമുള്ള സഖാക്കന്മാർ, അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരും CPM സംഘടന ഭാരവാഹികളായിരുന്നവർ, സംഘടന അംഗങ്ങളായിരുന്നവർ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനിൽകുമാർ തന്നെ പറയുന്നു റിപ്പോർട്ടുകളിൽ ഞങ്ങൾക്കറിയാം സഖാക്കന്മാർ കുറ്റവാളികളല്ലെന്ന്. SIT കൊടുത്ത റിപ്പോർട്ട് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബോധ്യപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. അതല്ല ഉദ്ദേശം. പോറ്റി കണ്ട എല്ലാവരെയും ചോദ്യം ചെയ്യണം. പോറ്റിയുടെ ബന്ധുമിത്രാദികൾ തൊട്ട് സകലരെയും സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യട്ടെ. പക്ഷെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട ഒരാളുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കാനിരിക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് 5-6 കൊല്ലക്കാലം പോറ്റി വളർത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട ആളാണ് ഈ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കാരണം എന്താ? അവർ ഭരണകർത്താക്കളാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേന്ദ്രത്തിൽ 11 കൊല്ലമായിട്ടും കേരളത്തിൽ 10 വർഷമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ പോറ്റിയെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ CPM-നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ പറയണം കേരളത്തിൽ ഇപ്പോഴും ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന്, അല്ലെങ്കിൽ ഇവർ പറയണം ഇവരാണ് ഭരിക്കുന്നത്, ഇവരാണ് പോറ്റിയെ സംരക്ഷിക്കുന്നത്.